കോഴിക്കോട് പോയി തിരിച്ച് വയനാട്ടിലോട്ട് പോകുമ്പോൾ എപ്പോഴും കാണാറുണ്ട് ഒരു ഭാഗത്ത് നല്ല കാടും തോടും ഒക്കെ ആയിട്ടുള്ള സരോവരം പാർക്ക്. അപ്പം എന്നും തോന്നും അവിടെ ഒന്ന് കയറണം, ഒന്നും അതിലേക്കൂടെയൊക്കെ നടക്കണമെന്ന്. നമ്മളത് പോകുമ്പോൾ കാണാൻ ചില കപ്പിൾസൊക്കെ അതിൽ കൂടെ നടന്നു പോകുന്നു, ഫാമിലി ആയിട്ടുള്ള ആളുകളൊക്കെ നടന്നു പോകുന്നതാണ്. അങ്ങനെ ഞങ്ങളും സരോവരം പാർക്കും ബീച്ചൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങി. നമുക്ക് കയറുമ്പോൾ എൻട്രി തന്നെ ഒരു നല്ല പാലമുണ്ട്, ടൈലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ കാക്ക കുറച്ച് കഷ്ടിച്ചിട്ടുണ്ടെങ്കിലും നല്ല മരങ്ങളാണ്. അതിൻ്റെ താഴെയുള്ള തോട്ടിൽ നീരൊഴുക്കൊട്ടുമില്ലെങ്കിൽ അത് പായലൊക്കെ പിടിച്ച് നിറഞ്ഞു കിടക്കുകയാണ്. അപ്പം നമ്മളൊരു 50 രൂപ 30 രൂപ അങ്ങനെയാണ് എൻട്രി ഫീസ്. അത് കൊടുത്തിട്ട് നമ്മൾ നടക്കാനിറങ്ങി. അപ്പം ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ വളരെ ദുർഗന്ധം വമിക്കുന്ന ഒരു വെള്ളമാണ് ഒലിച്ചു പോകുന്നത്. ഭയങ്കര പ്ലാസ്റ്റിക്കും വേസ്റ്റും ഒക്കെ ഉണ്ട് അതിനകത്ത്. നമ്മൾ മൂക്ക് പൊത്തിക്കൊണ്ട് നടക്കുകയാണെങ്കിൽ ഏറ്റവും സുഖം. ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ നിറയെ കണ്ടൽക്കാടാണുള്ളത്. ഈ ചെളിയിലാണല്ലോ കണ്ടൽക്കാട് ഉണ്ടാകുക, അപ്പോൾ അതിൻ്റെ കൂടെ സ്മെല്ലായിരിക്കും. എന്തായാലും കണ്ടൽക്കാട് നിറഞ്ഞിട്ട് അതിൻ്റെ അകത്തൂടെ കുറച്ച് കപ്പിൾസ് അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നടന്നു വരുന്ന കേട്ടോ. അവരെന്തിനാ അതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങിപ്പോയെന്നോ നമുക്ക് പേടിയാവട്ടോ, നിറയെ പാമ്പൊക്കെ ഉണ്ടെന്നൊക്കെ തോന്നും. എന്തായാലും കുറച്ച് അങ്ങനെയാണ്. കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഒരു നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്നൊരു പാലം കാണും. പിന്നെ ഒരു തടാകമാണ്. ആ തടാകത്തിൽ ബോട്ടിംഗ് ഒന്നുമില്ല, അത് സ്റ്റോപ്പാക്കി. പിന്നെ നേരെ ഓപ്പോസിറ്റ് വഴി കൂടെ വന്നിട്ട് നമ്മൾ കുറച്ച് കറങ്ങി തിരിഞ്ഞ് വരുമ്പോൾ പാർക്കും ഒരു ഐസ്ക്രീം പാർലറൊക്കെ കാണാം. അതൊക്കെ അടിപൊളിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.